ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലെബൻസ് വ്ളോഗ്. എല്ലാവർക്കും ലെബൻസ് വ്ളോഗിലേക്ക് ഒരിക്കൽക്കൂടി സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു പഴഞ്ചൻ റെസിപ്പി. അത് പണ്ട് കാലത്തേ നമ്മളെ വീട്ടിലൊക്കെ ഉമ്മാൻ്റെ കാലത്തേ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അതായത് കൊയില പീസാണിത്. ഇത് രണ്ട് തരത്തിലുണ്ടാക്കാം. സ്വീറ്റ് വേർഷനിൽ ഉണ്ടാക്കാം, സ്പൈസി വേർഷനിൽ ഉണ്ടാക്കാം. പക്ഷെ ഞാനിവിടെ ഉണ്ടാക്കിയത് സ്വീറ്റ് വേർഷനിലാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനെ ഞാനിവിടെ 2.5 കപ്പ് നേരിയ അരി, അതായത് നെയ്ച്ചോറിൻ്റെ അരി എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല പച്ച തേങ്ങേൻ്റെ ഫസ്റ്റത്തെ പാല്, 2 മുട്ട, ഇതിലിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായി അരച്ചെടുക്കാം. ഇവിടെ ഞാൻ 2 ഈക്വൽ പാർട്ടാക്കുന്നത്, കാരണം ജാറ് ചെറുതായതുകൊണ്ട് നല്ല മെതിയൻ അരക്കണം. പിന്നെ ഇതാണ് ഇതിൻ്റെ ഏകദേശം ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വലിയ ജാറുണ്ടെങ്കിൽ ഒരുമിച്ച് അടിക്കാം, പക്ഷെ നന്നായി അടിയണമെന്നില്ലു. പിന്നെ ഇതെന്ത് ചെയ്യുക, ഇനി നിങ്ങൾ 3 ഈക്വൽ പാർട്സാക്കി ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൽ ഒരു പാർട്ടിൽ ആപ്പിൾ ഗ്രീൻ കളർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റേതിൽ ഓറഞ്ച് റെഡ് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കളർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷെ കളർ ആഡ് ചെയ്യണേലും. പിന്നെ മറ്റേത് മൂന്നാമത്തെ പാർട്ട് ഞാൻ പ്ലെയിൻ ആക്കി വെക്കിയതിന്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായ പഞ്ചസാര ആഡ് ചെയ്യണം. ഞാൻ ഇവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പഞ്ചസാര വേണോ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. പിന്നെ ഇത് ചെയ്തെടുക്കുന്നത് ഇതേപോലെ സ്റ്റീലിൻ്റെ പാത്രത്തിൽ, അതായത് ആദ്യം ഇഡ്ഡലി തട്ട് നന്നായി ചൂടാക്കിയ ശേഷം പ്ലേറ്റും നന്നായി ചൂടാക്കിയ ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ച് ബാറ്റർ ഒഴിക്കുന്നതിന്. ഇവിടെ ഞാൻ ഏകദേശം ഒരു 1.5 സ്പൂൺ കയ്യിൽ ഒഴിക്കുന്നുണ്ട്. ഇനി ബാറ്റർ എന്ത് ചെയ്യുക, ഒരു 1.5 മിനിറ്റ് വരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ജസ്റ്റ് ആ സർഫസ് എല്ലാം ഒന്ന് ഉണങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കാം, ലോ ഫ്ലെയിമിലൊന്നും ചെയ്യേണ്ട. അങ്ങനെ ഓരോ ലെയേഴ്സ് ആക്കി ഉണ്ടാക്കിയെടുക്കുക. ഓരോരോ 1.5 മണിക്കൂർ വീതം വെച്ച് വേവിച്ച് അടച്ച് വെച്ച് വേവിച്ച് എടുക്കുക വേണ്ടത്. പിന്നെ ഇത് നിങ്ങൾക്ക് സ്പൈസ് വേർഷനിലാണ് വേണമെങ്കിൽ ഈ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ടല്ലോ ഞാൻ. അപ്പോൾ ഈ പഞ്ചസാര ആഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും ഫില്ലിങ് ആഡ് ചെയ്യും. ഇറച്ചിൻ്റെയോ ബീഫിൻ്റെയോ ഏത് ഫില്ലിങ് വേണമെങ്കിലും, ചിക്കൻ്റെ ഏത് ഫില്ലിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഓരോ ലെയർ വെച്ച് ആദ്യം ഫസ്റ്റ് ഞാൻ വൈറ്റ് ഒഴിച്ചല്ലോ, അപ്പം വൈറ്റ് ഒന്ന് ആറിയതിന് ശേഷം ഫില്ലിങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, മുകളിൽ മറ്റേ ഗ്രീൻ കളർ ആഡ് ചെയ്യാം. അങ്ങനെ ഓരോരോ ബാറ്ററും അങ്ങനെ ലെയേഴ്സ് ആക്കി എടുക്കാൻ വേണ്ടി. പിന്നെ ഞാനിവിടെ 2 ട്രിപ്പായി ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് ട്രിപ്പാണ് ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്യുക, വൈറ്റ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ വേണ്ട കളർ കോമ്പിനേഷൻ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതേ സ്റ്റെപ്പിൻ്റെ നിങ്ങൾക്ക് ഫോളോ എടുത്തില്ല, പക്ഷെ കളർ യൂസ് ചെയ്തിട്ടേ ഉള്ളൂ ഇതിൻ്റെ. ഇനി നന്നായി പാത്രം, അതായത് നന്നായി നമ്മളപ്പം ആറിയതിന് ശേഷം ഇതേപോലെ സ്പാച്ചുല സ്പൂണ് യൂസ് ചെയ്തിട്ട് സൈഡൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. കണ്ടില്ല, ഇതേപോലെ ലെയേഴ്സായി വരുന്നതാണിത്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെന്ത് ചെയ്യുക, നന്നായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് എൻ്റെ കയ്യിൽ ഇപ്പം മോൾഡ് ഉണ്ടായതുകൊണ്ട് ഞാൻ ഈ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തു. നിങ്ങൾക്കതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കോല പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതേപോലെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി പുതിയ റെസിപ്പീസായി വരുന്നത്. ബൈ. പിന്നെ ഈ ഒരു റെസിപ്പി എനിക്ക് പേഴ്സണലി സജസ്റ്റ് ചെയ്തത്, അതായത് ഇത് ഇടണമെന്ന് പറഞ്ഞത് എൻ്റെ ഇച്ഛയാണ്. അപ്പോൾ കുവൈറ്റിലെ ഇച്ഛ എന്ന് പറഞ്ഞതാണ് ഞാൻ ഈ റെസിപ്പി ഇടാൻ തന്നെ കാരണം. ബൈ.